കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോളോ ലെവലിംഗ് സീസൺ 4 എപ്പിസോഡ് 8 ആണ്. അഥവാ ചാപ്റ്റേഴ്സ് ആയുള്ള 168ഉം 169ഉം ആണ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ പേജ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ചെറിയൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്കൻഡറി ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. എന്തായാലും അധികമൊന്നും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ചാപ്റ്റർ തുടങ്ങുന്നിടത്ത് തന്നെ ബെറു നേരെ താഴത്തേക്ക് വീണിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിക്കാരൻ്റെ തല ഒരു സൈഡിലേക്ക് മാറ്റുന്നുണ്ട്. കാര്യം അവിടേക്ക് ഒരു സോഡ് വന്ന് കയറിയിരുന്നു. അത് നമ്മുടെ ബെല്ലിയൻ്റെ ആയിരുന്നു. അങ്ങനെ ബെറു അവിടുന്ന് പതുക്കെ ഒന്ന് ചരിഞ്ഞ് നിന്നിട്ട് പറയുന്നുണ്ട്, മൈക്കിങ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും പോകാൻ സാധിക്കും. അല്ല ബെറു, നിനക്ക് എന്തിനാണ് ഈ ഗ്രാൻഡ് മാർഷൽ എന്ന് പറഞ്ഞ പൊസിഷൻ ഇത്രയധികം വേണമെന്ന് ആഗ്രഹിക്കുന്നത്? അത് പിന്നെ എനിക്ക് താങ്കളുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യാമല്ലോ. എങ്കിലൊരു കാര്യം ചെയ്യ്, ഗ്രാൻഡ് മാർഷൽ എൻ്റെ റൈറ്റ് സൈഡിൽ നിന്നോട്ടെ, നിനക്ക് എൻ്റെ ലെഫ്റ്റ് സൈഡ് ഉണ്ടല്ലോ. ഇത് കേട്ടതും ബെറുവിന് സങ്കടം വന്ന് മൈക്കിങ് എന്ന് വിളിച്ചുകൊണ്ട് കിടന്ന് കരയുന്നുണ്ട്. മൈക്കിങ് എനിക്കൊരു ചാൻസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇഗ്രസോ അവിടേക്ക് വരാന്നിടത്ത് തന്നെ ജിനു അഡ്വാൻസ് ആയിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്നെ ബാക്ക് സൈഡിൽ നിൽക്കാം. ഇത് കേൾക്കാതെ ഇഗ്രസോ ഹാപ്പി ആകുന്നുണ്ട്. പക്ഷേ നമ്മുടെ അയണ്ണ ടാങ്കിനും എന്ത് പറയണമെന്ന് അറിയാമല്ല. ആ ഒരു സമയത്താണ് ജിനു ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ദൂരെയായിട്ട് നമ്മുടെ 3 ഡ്രാഗൺസ് കുറച്ചധികം ഷാഡോസും അത് മാത്രമല്ല ടാസ്ക് നിൽപ്പുണ്ടായിരുന്നു. ആ ഡ്രാഗൺസ് ആയിട്ട് മുകളിലേക്ക് അവരുടെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു അറ്റാക്ക് തന്നെയായിരുന്നു. പക്ഷേ ഇത് കണ്ട് പുച്ഛത്തോടെ നമ്മുടെ ടാസ്ക് അവർ നോക്കി ചിരിച്ചിട്ട് അടുത്ത സെക്കൻഡ് പുള്ളിക്കാരൻ്റെ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. അത് വളരെയധികം മാസീവ് ആയിട്ടുള്ള അറ്റാക്കായിരുന്നു. കാര്യം അത് ചെന്ന് പതിച്ച് ആകാശം വരെ 2 സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. എന്നിട്ട് പട്ട് ഷോ കാണിച്ച് ആ ഡ്രാഗൺസ് ഫ്രണ്ട് നമ്മുടെ ടാസ്ക് നിൽപ്പുണ്ട്. ഇത് കാണുന്ന ബാക്കിയുള്ള ഷാഡോസ് നമ്മുടെ ടാസ്കിനെ വാഴ്ത്തുന്നുണ്ട്. അല്ല ബേസിക്കലി അത് ചീറ്റിംഗ് അല്ലേ? അവൻ ആ ഓർബല്ലേ യൂസ് ചെയ്തത്. അതെന്തെങ്കിലും ആട്ടെ. അല്ല ഇവന്മാരെന്താണ് ഈ ചെയ്യുന്നത്? മൈക്കിങ് അവർ താങ്കൾക്ക് വേണ്ടി ഒരു ചെറിയ വീട് നിർമ്മിക്കുവാണ്, താങ്കൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട്. ബെറു ആയിരിക്കുമല്ലോ ഇത് ചെയ്തിട്ടുള്ളത്. അല്ല മൈക്കിങ്, താങ്കൾ എന്തുകൊണ്ടാണ് സോൾജേഴ്സിനെ താങ്കളുടെ ഷാഡോയിലേക്ക് വിളിക്കാത്തത്? അവരും കുറച്ചൊക്കെ നിൽക്കട്ടെ, അവരെപ്പോഴും ആ ഒരു ഇതിൻ്റെ അത് പെട്ട് കിടക്കുമല്ലേ, അവരും പുറത്തൊക്കെ നിൽക്കട്ടെ. അല്ല ബില്ലിയൻ, നിനക്ക് എന്തായാലും നിന്റെ പഴയ ഷാഡോ മൊണാർക്കാനുള്ള ആശബോണെ കാണാൻ സാധിക്കത്തില്ല. അത് ഓർക്കാൻ നിർത്ത്, നിനക്ക് സങ്കടമാകത്തില്ലേ? മൈക്കിങ്, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിന്ന് ഫൈറ്റ് ചെയ്ത ഒരാളാണ്. ഈവൻ ബാക്കിയുള്ള റൂളേഴ്സ് ആബ്സലൂട്ട് ബീങ്ങിൻ്റെ എതിരെ നിന്നപ്പോഴും ഞാൻ പുള്ളിക്കാരൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല പുള്ളിക്കാരന് ഡെത്തിൻ്റെ പവർ കിട്ടിയപ്പോൾ ഞാനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സോൾജറായിട്ട് മാറിയത്. ഞാൻ ഒരു ആയുഷ്കാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് ഞാൻ ഒരിക്കൽ പോലും ഡൗട്ട് ചെയ്തിട്ടില്ല. അല്ലേ ബില്യൻ, നിനക്ക് ആഷ്ബോണിനെ പറ്റി കൂടുതൽ എന്നോട് പറയാൻ സാധിക്കുമോ? യെസ് മൈക്കിങ്, എന്നിരുന്നാലും അത് ഒരു വലിയ സ്റ്റോറി തന്നെയായിരിക്കും. എല്ലാത്തിൻ്റെയും തുടക്കത്തിലും ഞാനൊരു ഫ്രൂട്ടായിരുന്നു, വേൾഡ് ട്രീയിലെ ഒരു ഫ്രൂട്ടോ? നീ ഒരു പഴമായിരുന്നോ? അതേ മൈക്കിങ്, എല്ലാ സോൾജേഴ്സും, അതായത് എല്ലാ ഹെവൻലി സോൾജേഴ്സും ജനിക്കുന്നത് വേൾഡ് ട്രീയിൽ നിന്നാണ്, അതും ഫ്രൂട്ടായിട്ടാണ്. ആ വേൾഡ് ട്രീൻ്റെ ബ്രാഞ്ചസ് ഉണ്ടല്ലോ, നമ്മൾ ഈ കാണുന്ന ആകാശം മുഴുവൻ പടർന്നു കിടക്കും, അത്രത്തോളം വലുതാണ്. ഓ അങ്ങനെയാണല്ലേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിനുവിൻ്റെ അപ്പാർട്ട്മെൻറ്റാണ്. പുള്ളിക്കാരൻ മനസ്സിൽ പറയുന്നുണ്ട്, ഇനി 8 ആർമീസ് കൂടെ ഇവിടേക്ക് വരാനുണ്ട്. അത് മാത്രമല്ല യഥാർത്ഥ യുദ്ധം ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. എല്ലാവരുടെയും സേഫ്റ്റി എനിക്ക് അഷ്വർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. അത് മാത്രമല്ല ഈ ലോകം മാറത്തില്ലെന്ന് പറയാനും ഇനി പറ്റത്തില്ല. കാര്യം ആഷ്ബോണിന്റെ മെമ്മറിയിലൂടെ ഡ്രാഗൺ കിങ്ങിന്റെ സ്ട്രെങ്ത് കണ്ടപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പായി. ഈ ഒരു സമയത്ത് ജിന്നു പുള്ളിക്കാരൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവരത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ പ്രതീക്ഷയിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡിനൊക്കെ ഉണ്ടായിരുന്നത്. ഡ്രാഗൺ കിങ്ങിന്റെ ആർമി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിസ്ട്രക്ഷൻ ആണ്. അവരുടെ കണ്ണിൽ കാണുന്ന എല്ലാം അവർ ചാരമാക്കി മാറ്റും. അവരുടെ അടുത്ത ടാർജറ്റും ഈ എർത്താണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ബാക്കിയുള്ളവരെ പ്രിപ്പയർ ചെയ്യണം. വരുന്നൊരു യുദ്ധത്തിന് വേണ്ടി എല്ലാവരെയും പ്രിപ്പയർ ചെയ്യണം. പെട്ടെന്നായിരുന്നു ജിനുവിൻ്റെ അമ്മ ആ ഒരു ചോദ്യം ചോദിക്കുന്നത്. ജിനു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തു പറ്റി? അല്ല നിൻ്റെ അച്ഛനും ഇങ്ങനെയായിരുന്നു. എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള മിഷന് പോകുന്നതിന് മുമ്പ് പുള്ളിക്കാരനും നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. അതുകൊണ്ടാണ്. ഹേയ് ഒരു കുഴപ്പമില്ലമ്മ. പെട്ടെന്നായിരുന്നു അവിടെ ഒരു ഹോണിംഗ് ബെൽ കേൾക്കുന്നത്. അപ്പോൾ ജിനു പറയുന്നുണ്ട്, നമുക്ക് ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ എന്തായാലും നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോയി കഥക് തുറക്കുന്നുണ്ട്. മിസ്റ്റർ സാങ്, എന്നോട് ക്ഷമിക്കൂ, എനിക്കറിയാം ഇതൊരു സർപ്രൈസ് വിസിറ്റ് ആണെന്ന്. എങ്കിലും താങ്കൾക്ക് ഞാനോട് സംസാരിക്കാൻ കുറച്ച് സമയം മാറ്റിവെക്കാൻ സാധിക്കുമോ? അത് മറ്റാരുടെ അല്ലായിരുന്നു, നമ്മുടെ ജിൻഹോൻ്റെ അച്ഛനായിരുന്നു. ഞാൻ ആദ്യം എറ്റേണൽ സ്ലംബറിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ആലോചിച്ചത് ഞാൻ സ്പെഷ്യൽ ആണെന്നാണ്. പക്ഷേ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ ലോകത്ത് മിറാക്കിൾസ് അത്ര പെട്ടെന്ന് നടക്കാറില്ല, അത്ര ഈസി ആയിട്ട് നടക്കാറില്ല. പിന്നെ നോക്കിയപ്പോൾ ഞാനും നിൻ്റെ അമ്മയും മാത്രമേ എറ്റേണൽ സ്ലംബറിൽ നിന്ന് എഴുന്നേറ്റിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ റിക്കവറിക്ക് ഹെൽപ്പ് ചെയ്തത് നീയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുവാണ്, എന്തിനാണ് നീ എന്നെ ഹെൽപ്പ് ചെയ്തത്? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നീ ട്രസ്റ്റ് വർത്തിയായിട്ട് എനിക്ക് തോന്നി. നീ മറ്റുള്ളവരെ ആരെങ്കിലും ഉപയോഗിച്ച് നീ ഇത് നേടാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ സഹായിക്കത്തില്ലായിരുന്നു. ജിൻഹോനെ കുറിച്ചാണ് നീ പറഞ്ഞത്? അതെ മിസ്റ്റർ സാങ്, താങ്ക് യു. എനിക്ക് താങ്കളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയാൻ മേല. എന്തെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും താങ്കൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മാത്രം മതി.
എന്തെങ്കിലും എങ്ങനെയെങ്കിലും പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, ഒരു ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമോ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മേനെയും പെങ്ങളെയും താങ്കൾക്ക് നോക്കാൻ സാധിക്കുമോ? അത് തന്നെയാണോ നിനക്ക് വേണ്ടത്? അതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വാക്ക് ഞാൻ തരുന്നു. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിന്റെ അമ്മയുടെയും പെങ്ങളുടെയും കാര്യം ഞാൻ ഉറപ്പായിട്ടും നോക്കിക്കോളാം. പിന്നെ കാണിക്കുന്ന ഒരു ഗേറ്റാണ്. ആട്ടെ ആ ഒരു ടെലിവിഷൻ്റെ വാതിക്കൽ നിൽപ്പുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതാണ് അവിടെ ഉണ്ടായ ആ ഒരു കൊളോസൽ ഗേറ്റ്. ഷാങ്കായിലാണ് ഇതുണ്ടായിട്ടുള്ളത്. ഈ ലോകത്ത് വന്നിരിക്കുന്ന 8 കൊളോസൽ ഗേറ്റിൽ ഒന്ന് തന്നെയാണിത്. മിസ്റ്റർ സങ്, ഇനി എങ്ങനെ ഇത്? അല്ലടാ, സോ അത് താങ്കളുടെ ആർമി അല്ലല്ലേ? അല്ല, അത് നമ്മുടെ എനിമീസ് തന്നെയാണ്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ? അതെ, എന്തു പറ്റി? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ കാണിക്കാൻ പോകുന്നത് നീ വിശ്വസിക്കുമെന്ന് കരുതുന്നു പറഞ്ഞുകൊണ്ട് പതുക്കെ പുള്ളിക്കാരെ തലയിൽ വന്ന് തൊടുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ ജിൻമുവിന് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും, ജിൻമു അനുഭവിച്ച കാര്യങ്ങളും, അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും എല്ലാ റിയാലിറ്റിയും ബുവിന് കാണാൻ സാധിച്ചു. ആട്ടെ പേടിച്ച് വിറച്ച് അവിടെ നിൽക്കുന്നത് കിതക്കുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാകാതെ. ഞാൻ ഇത്ര നാൾ വിചാരിച്ചു വെച്ചിരുന്നത് ദൈവം നമുക്ക് ഈ പവേഴ്സ് തന്നത് ബാക്കിയുള്ള മനുഷ്യരെ രക്ഷിക്കാനാണ്, ഈ ഹ്യൂമാനിറ്റിനെ രക്ഷിക്കാനാണെന്നാണ്. പക്ഷേ അതൊന്നും സത്യമല്ല. ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് എല്ലാം തന്നെ തെറ്റാണ്. ഇതെല്ലാം ഒരു യുദ്ധമാണ്. പക്ഷേ ഇത് മനുഷ്യരും മൊണാർക്സോടുള്ള യുദ്ധമല്ല. ഇത് ശരിക്കും മൊണാർക്സും റൂളേഴ്സുമായിട്ടുള്ള ഒരു ഷോഡറും തന്നെയാണ്. ദൈവമേ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മിസ്റ്റർ സങ്, താങ്കൾ ഈ ഒരു യുദ്ധം ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? അതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് താങ്കളെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമോ? പിന്നെ കാണിക്കുന്ന ഒരു ഹണ്ടേഴ്സിന്റെ ഗ്യാതറിംഗ് ആണ്. അവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എല്ലാവരെയും അവനോടേക്ക് വിളിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഇടയ്ക്ക് വരാതിരുന്നിട്ടുണ്ടോ? ഇല്ല സാർ, നമ്മൾ വിളിച്ചിട്ടുള്ള 152 കൺട്രീസും ഇവിടെ വന്നിട്ടുണ്ട്. അത് ഇന്ന് രാവിലെ തന്നെ അവരിവിടെ എത്തിയിട്ടുമുണ്ട്. സാർ, കൈകടത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നോട് താങ്കൾ ക്ഷമിക്കുക. മിസ്റ്റർ സങ്, സത്യം പറഞ്ഞാൽ എന്തുവാണ് താങ്കളോട് ഇന്നലെ പറഞ്ഞത്? കാര്യം ഞാൻ ആദ്യമായിട്ട് താങ്കളെ ഇങ്ങനൊരു അവസ്ഥയിൽ കാണുന്നത്. കുഴപ്പമൊന്നുമില്ലടാ, ഞാൻ ശരിക്കും കണ്ടത് ഒരു ഡാർക്ക്നെസ് ആയിരുന്നു, ഒരു ബെർസറക്കായിരുന്നു. ഇഷ്ടംപോലെ ഡ്രാഗൺസ് ഇവിടേക്ക് വരുന്നതായിരുന്നു. അതിലുപരി അവിടെ ലീഡർ ഉണ്ടായിരുന്നു. അവനെനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഈ ലോകത്തുള്ള എല്ലാ ഹണ്ടേഴ്സും അവൻ്റെ എതിരെ നിന്നാലും അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാര്യം അവൻ അത്രയധികം പവർഫുള്ളാണ്. അവൻ്റെ ഒരു സിംഗിൾ ബ്രിത്ത് കൊണ്ട് തന്നെ ഈ പ്ലാനറ്റ് തന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റും. മിസ്റ്റർ സങ്, സത്യം പറഞ്ഞാൽ താങ്കൾ എങ്ങനെയാണ് അവനോട് ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? എന്നിട്ട് പുള്ളിക്കാരൻ വിളിക്കുന്നുണ്ട്, മിസ്റ്റർ സങ്, ഞാൻ ആയിരുന്നു. ബാക്കിയുള്ളവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയുന്ന അടുത്ത സെക്കൻഡ് തന്നെ ജിൻവു അവിടേക്ക് വന്നിരുന്നു. സോ ഇനി മുതൽ താങ്കൾ വിളിക്കുന്നത് വെറും മണ്ടത്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിനക്ക് തോന്നുന്നുണ്ടോ ഇവിടെയുള്ള എല്ലാ കൺട്രീസും അത് എഗ്രി ചെയ്യുന്നു, വരാൻ പോകുന്ന സത്യം അവർ മനസ്സിലാക്കുമെന്ന്? എനിക്കറിയാം, പക്ഷേ എന്തായാലും എനിക്ക് അവരെ വാൺ ചെയ്തിരിക്കാനും പറ്റത്തില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡേവിഡിനെയാണ്. എന്ത് വലിയ ഗാദറിംഗ് ആണെന്ന് നോക്കിയത്. പ്രസിഡൻസ്, പ്രൈം മിനിസ്റ്റേഴ്സ്, ഗിൽഡ് മാസ്റ്റേഴ്സ്, എന്തിന് ചെയർമാൻസ്, എല്ലാ 100 അസോസിയേഷനിലെ ചെയർമാൻസ് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് ആ പ്രഷറും വരുന്നുണ്ട്. ഇനി ജിന്നു മാത്രം മതി, അവനൊന്ന് സംസാരിച്ചാൽ മാത്രം മതി. എന്താണ് അവൻ സംസാരിക്കാൻ പോകുന്നത്? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയിരിക്കുമോ? എന്തായിരിക്കും അവൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കും, പക്ഷേ അത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. വരാൻ പോകുന്ന ഫൈറ്റ് നമ്മൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അവരിവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ കൺമുമ്പിലുള്ള എല്ലാം തന്നെ അവർ നശിപ്പിക്കും. അവർ എല്ലാം ഡിസ്ട്രോയ് ചെയ്യും. നീ പറയുന്ന ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അല്ലെങ്കിൽ നാഷണൽ ലെവൽ ഹണ്ടേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് അവരെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുമല്ലോ. പിന്നെ ഞങ്ങൾ എന്തിനാണ് പേടിക്കേണ്ടത്? എങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഡിസാസ്റ്ററും ഏറ്റവും വലിയ സ്ട്രോങ്ങസ്റ്റ് ഉള്ള ക്രീച്ചറായിരുന്നു ക്യാമിഷ്. എന്നാൽ ഈ വരാൻ പോകുന്ന ആർമിയിൽ ക്യാമിഷിനെക്കാട്ട് സ്ട്രോങ്ങറായ 100 കണക്കിന് ബീസ്റ്റ് ആയിരിക്കും ഇവിടേക്ക് വരാൻ പോകുന്നത്. അവരെ നിങ്ങൾ പറയുന്ന ഈ നാഷണൽ ലെവൽ ഹണ്ടേഴ്സ് എങ്ങനെ ഡിഫീറ്റ് ചെയ്യുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? അതെങ്ങനെ സാധ്യമാകും? ക്യാമിഷിനെക്കാട്ട് സ്ട്രോങ്ങർ ആയുള്ള 100 കണക്കിന് ബീസ്റ്റോ? ഒരിക്കലും വരത്തില്ല. നീ എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾക്ക് പ്രൂഫാണ് വേണ്ടത്. അടുത്ത സെക്കൻഡിൽ തന്നെ ജിൻവു പുള്ളിക്കൻ്റെ കൈ എന്ന് ഉയർത്തുന്നുണ്ട്. ഇത് ഉയർത്തിയത് എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം ജിൻവുവിൻ്റെ പുറകിൽ കുറച്ചധികം ഗേറ്റ്സ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ഗേറ്റ്സ് അല്ലേ? ജിൻവുവിന് ഗേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇതെങ്ങനെ സാധ്യമായി? അത് ഒന്നല്ല, ഒന്നിൽ കൂടുതലുണ്ട്. ഈ ഗേറ്റ്സ് പോലെ തന്നെ ഞാനൊരു കാര്യം പറയാം. എനിമീസിനും ഇത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത്, ഇഷ്ടമുള്ള സമയത്ത്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ആർമീനെ ഒരിക്കലും നിങ്ങൾ പുച്ഛിച്ച് തള്ളാൻ പാടില്ല. പെട്ടെന്ന് ഒരാൾ കിടന്ന് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ സങ്, താങ്കൾ ഞങ്ങളുടെ കൂടെയാണോ അവരുടെ കൂടെയാണെന്നോ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ആദ്യത്തെ ഗേറ്റിൽ നിന്ന് വന്ന ആ ഒരു ആർമി ഞങ്ങളെ കൊല്ലാൻ വന്നതാണെങ്കിലോ? അങ്ങനെ ആകാതിരിക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എങ്കിലും താങ്കൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് താങ്കൾ ഈ പറയുന്നത്? ഓടണം. ആ ഒരു ഗേറ്റ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് ഏറ്റവും ദൂരത്തേക്ക്, നിങ്ങൾക്ക് പോകാവുന്ന അത്രയും ദൂരത്തേക്ക് തന്നെ ഓടിയേക്കണം. അതായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏകപ്പെട്ട ഒരു കാര്യം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിൻവു ഉണ്ടായിരുന്ന ആ ഒരു ഐലൻഡാണ്. പക്ഷേ ഇത്തവണ അവിടെ വേറെ എന്തോ ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമില്ല, ഒരു വലിയ ക്യാസിലായിരുന്നു. വെറു ഇവിടേക്ക് വാ, മൈക്കി തല മണ്ണി കുത്തി നിൽക്കി. നീ
ഇതാണോ പറഞ്ഞൊരു ചെറിയ വീടെന്ന്? അല്ല, ഇതിനെ വീട് തന്നെ വിളിക്കാൻ പറ്റുമോ? മൈക്കിങ് അത് താങ്കൾക്ക് വേണ്ടി ഞങ്ങൾ അല്ല ആരാണ് ആ ഫ്ലാഗ് അതിൻ്റെ മണ്ടക്കൊണ്ട് വെച്ചത്? അപ്പം തന്നെ അടുത്ത ആളും വന്ന് തലയും കുത്തി നിൽക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ബില്യൺ ആയിരുന്നു. ബില്യൺ ഒരു മൊണാർക്ക് ഡിഫീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ആർമീസിന് എന്ത് പറ്റും? നീയല്ലേ ഇവിടുത്തെ ഗ്രാൻഡ് മാർഷൽ, അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ എൻ്റെ പൊസിഷൻ എടുക്കുമോ? ഒരിക്കലുമില്ല കിങ്. ഞങ്ങളുടെ ജീവൻ താങ്കളുടെ കയ്യിലാണുള്ളത്. താങ്കൾ പോയി കഴിഞ്ഞാൽ ഞങ്ങളും നത്തിങ്ലെസ്സിലേക്ക് പോകുന്നതായിരിക്കും. ഷാഡോ ആർമി നല്ല ലോയലാണ്, അതുകൊണ്ട് തന്നെ അവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒരു കോയിൻ്റെ അപ്പുറവും ഇപ്പുറവും പോലെ തന്നെയാണ്. എനിമീസ് എന്തായാലും അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കിയിരിക്കൂ. മൈക്കിങ് ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊരു ഓൾ ഔട്ട് ബാറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഇവിടെ നിൽക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവിടെ ട്രൂപ്പിൻ്റെ എണ്ണം എത്രയുണ്ടാകുന്നു? മൈക്കിങ് നമ്മുടെ അപേക്ഷിച്ച് വെച്ച് നോക്കിയാൽ ഒരു 100 മടങ്ങെങ്കിലും കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 മില്യൺ സോൾജേഴ്സ് എങ്കിലും അവർക്ക് കാണും. അപ്പോൾ മറ്റൊരു ഹണ്ടർ പറയുന്നുണ്ട്, അവൻ്റെ പേര് ജെയിംസ് എന്നായിരുന്നു. ഇതൊക്കെ മണ്ടത്രാണ്. ജിന്നു പറയുന്നത് ആരെങ്കിലും ശ്രദ്ധിക്കുമോ? അവൻ പറയുന്നത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ലോകത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഹണ്ടർ എന്ന നിലയ്ക്ക് ജിന്നു പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കാതിരിക്കുന്നത്, അത് ഞാൻ ഒരു കാര്യം പറയട്ടെ, അവൻ സ്ട്രോങ്ങസ്റ്റ് ഹണ്ടർ ആയിരിക്കും, പക്ഷേ അവൻ്റെ വായിൽ നിന്ന് വരുന്നത് എല്ലാം സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഞാനൊരു കാര്യം പറയാം, ജിനു നമ്മൾ എല്ലാവരും പേടിപ്പിച്ച് ഗേറ്റിൽ നിന്ന് മാറ്റി അവനെ എല്ലാ ഗേറ്റും ഒറ്റയ്ക്ക് റെയ്ഡ് ചെയ്യാൻ വേണ്ടി അങ്ങാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാം, ജിനു ഞാൻ നിന്നെ ഒരിക്കലും പേടിക്കുന്നില്ല. മിസ്റ്റർ സങ് കണ്ടിട്ട് കാനഡയിലുള്ള ഹണ്ടേഴ്സൊക്കെ ആ ഒരു റെയ്ഡ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? താങ്കൾ എവിടേക്കായിരിക്കും ആദ്യം പോകുന്നത്? ഞാൻ എന്തായാലും ആദ്യം ചൈനയിലേക്ക് പോകാൻ പോകുന്നു. എനിക്ക് എന്തായാലും 8 സ്ഥലത്തും ഒരുമിച്ച് നിൽക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കൊറിയയുടെ അടുത്തുള്ള ഏറ്റവും വലിയ ഗേറ്റ് തന്നെ ആദ്യം ഞാൻ നശിപ്പിക്കണം. അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സും സേഫ് ആവുമെന്ന് എനിക്ക് ഉറപ്പാകും. അങ്ങനെ ജിനു ചൈനയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആയിരിക്കും എന്നെ വിളിക്കാൻ വരുന്നതെന്നാണ്, പക്ഷേ താങ്കൾ ഇവിടെ കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ലിയു സിംഗാങ് അവരെന്താണ്ടൊക്കെ കടന്ന് പറയുന്നുണ്ടായിരുന്നു, അതൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ താങ്കളെ എസ്കോർട്ട് ചെയ്യാൻ ഞാൻ തന്നെ ഇവിടേക്ക് വന്നതാണ്. സോ ഇതാണല്ലേ ഗേറ്റ്? അതെ, റീസെൻ്റ്ലിയാണ് ഈ ഒരു ഗേറ്റ് ഇവിടെ വന്നിരുന്നത്. അത് മാത്രമല്ല ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഹണ്ടേഴ്സ്. 100 കണക്കിന് അല്ല ലക്ഷക്കണക്കിന് ഹണ്ടേഴ്സ് ഇവിടെയുണ്ട്. ചൈനയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഹണ്ടേഴ്സ്. സോ 1,00,000-ഓളം ഹണ്ടേഴ്സ് ഇവിടെയുണ്ട്. അതിനർത്ഥം നമുക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കാണുമെന്നാണ്. ഈ നമ്പേഴ്സ് കൊണ്ട് മാത്രമല്ല അവരെല്ലാവരും എലൈറ്റ് ഹണ്ടേഴ്സാണ്, അതുകൊണ്ട് തന്നെ നല്ല സ്കിൽഡുമാണ്. സോ എന്തായാലും അതിപ്പോൾ തുടങ്ങാൻ പോകുവാണ്. അപ്പം തന്നെ ജിന്നും പറയുന്നുണ്ട് കംഫോർ. അടുത്ത സെക്കൻഡ് തന്നെ ജിന്നുവിൻ്റെ സോൾജേഴ്സ് അവിടേക്ക് വരുന്നുണ്ട്. അത് കണ്ടിട്ട് ലിയു സിംഗാങ് തന്നെ ഞെട്ടിത്തെറിച്ച് പോയി. കാര്യം അവൻ വിചാരിച്ചതിലും അപ്പുറമായിരുന്നു അവൻ്റെ ഓരോ സോൾജേഴ്സും. പെട്ടെന്നായിരുന്നു ബെറു അവിടേക്ക് വരുന്നത്. നീ ആരാടാ എൻ്റെ സ്ഥലത്ത് നിൽക്കാമെന്ന് പറഞ്ഞിട്ടാണ് ബെറു അവിടേക്ക് വന്നത്. ജിനു അപ്പം തന്നെ അടിച്ചിട്ട് പറയുന്നുണ്ട്, എടാ മര്യാദയ്ക്ക് അവൻ നമ്മുടെ സൈഡിലുള്ളതാണ്. അവർ കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമോ? പെട്ടെന്ന് ആ ഒരു ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. സോ അതെല്ലാം തുടങ്ങാൻ പോകുവാണല്ലേ. മൈക്കിങ് എന്താണെന്ന് അറിഞ്ഞൂടാ, പക്ഷേ എനിക്ക് അതിൻ്റെ അകത്ത് ഒരു പ്രസൻസ് പോലും സെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്ത്? അല്ല ബാക്കിയുള്ള ഗേറ്റ്സോ? ബാക്കിയുള്ള ഷാഡോസ് പറഞ്ഞു വെച്ച് നോക്കാറുണ്ട്, ബാക്കിയുള്ള ഒരു ഗേറ്റ്സിലും ഇതുപോലെ തന്നെയാണ്. ഒരു ഗേറ്റ്സിലും ഒരാളെയും നമുക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? എല്ലാ ഗേറ്റ്സും എം ടി ആണെന്നാണോ? എനിക്ക് തെറ്റിയൊന്നും പറഞ്ഞുകൊണ്ട് ജിനു പെട്ടെന്ന് തിരിയുന്നുണ്ട്. കാര്യം പുള്ളിക്കാരന് എന്തൊന്നും മനസ്സിലായി. സംഭവം വരുന്നല്ല, ജിനു നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ ഒരു ഡ്രാഗൺ ആർമിനെ ഫുള്ള് അവിടേക്കാണ് അയച്ചിട്ടുള്ളത്. കാര്യം ജിനു അവിടേക്ക് വരാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അവിടെ നമ്മുടെ നേരത്തെ കാണിച്ച കാനഡയിലെ ആ ഒരു എസ് റാങ്ക് ഹണ്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. എല്ലാവരും അവിടെ നിൽപ്പുണ്ടായിരുന്നു, പക്ഷെ ഒരാൾ പോലും അതിൻ്റെ അകത്തുനിന്ന് വന്നില്ല. ജിന്നു പറഞ്ഞതെല്ലാം കള്ളമാണെന്നാണ് അവരിപ്പോൾ വിശ്വസിക്കുന്നത്. പക്ഷെ പെട്ടെന്നായിരുന്നു ഒരാൾ അതിൻ്റെ അകത്തുനിന്ന് ആ ഒരു ഗേറ്റിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത്. അവൻ വന്ന് ആ ഹണ്ടേഴ്സിൻ്റെ ഒക്കെ മുകളിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ എസ് റാങ്ക് ഹണ്ടർ ആയിട്ടുള്ള കാനഡയിലെ ആ എസ് റാങ്ക് ഹണ്ടർ ആലോചിക്കുന്നുണ്ട്, അത് മനുഷ്യനല്ലേ, ഇവരെന്താണ് ഇവിടെ ചെയ്യുന്നത്? അങ്ങനെ ആ ഗേറ്റിൻ്റെ പുറത്തേക്ക് വന്ന ഒരാളെ കാണിക്കുന്നുണ്ട്. അവൻ നേരെ ആ ഒരു എസ് റാങ്ക് ഹണ്ടറിനെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്, നീയാണോ ഈ സ്ഥലത്തെ രാജാവ്? ഇവന് സംസാരിക്കാൻ പറ്റുമോ? അത് നമ്മുടെ ലാംഗ്വേജ്. അങ്ങനെയുണ്ടെങ്കിൽ ജിന്നു മറ്റുള്ളവരോട് സംസാരിച്ചായിരിക്കും അവൻ്റെ ആർമിയിൽ കൂട്ടിയിട്ടുള്ളത്. സോ ഇവനെയും എങ്ങനെയെങ്കിലും സംസാരിച്ച് എൻ്റെ കൂടെ നിർത്താൻ നോക്കണം. അപ്പോൾ പറയുന്നുണ്ട്, അതെ ഞാനാണ് ഇവിടെയുള്ള രാജാവ്. സോ അവനിവിടെ അടുത്തൊന്നും ഇല്ലല്ലേ? നമുക്ക് കാനഡയിലേക്ക് കോൺടാക്ട് ചെയ്യാൻ ഒരു മാർഗ്ഗമില്ലേ? മിസ്റ്റർ സങ് ഒരു മിനിറ്റ്. എന്നിട്ട് ഒരു ഫോൺ വിളിച്ചു കൊടുക്കുന്നുണ്ട്. അത് മറ്റാരല്ല, നമ്മുടെ ആഡം വൈറ്റിനെ ആയിരുന്നു. പുള്ളിക്കാരായിട്ട് ആ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നതിൻ്റെ നടുക്കായിരുന്നു. അതായത് കാനഡയിലെ ആ ഗേറ്റിൻ്റെ തൊട്ടടുത്തുള്ള കുറേ മനുഷ്യരുണ്ട്, അവരുടെ ഇടക്കായിരുന്നു പുള്ളിക്കാരൻ നിന്നത്. സാർ ഞാനും ബാക്കിയുള്ള കുറേ ഏജൻസും ഇപ്പം ബാക്കിയുള്ളവരുടെ നടുക്കാണ് നിൽക്കുന്നത്. അല്ല ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല സാർ ഗേറ്റ് ഓപ്പൺ ചെയ്യും, പക്ഷേ ഒരാൾ പോലും അതിൻ്റെ അതൊന്നും വന്നിട്ടില്ല. പെട്ടെന്നായിരുന്നു പുള്ളിക്കാരൻ പറയുന്നത്, അല്ല ഒരു മനുഷ്യൻ അതിൻ്റെ അതൊന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആഡം എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഓടാൻ നോക്ക്. ആഡം നീ പറയുന്നേക്ക് അവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്ക്. മിസ്റ്റർ സങ്
എത്ര കുറേയധികം ഡ്രാഗൺസ് ആ ഗേറ്റിൻ്റെ അന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതെങ്ങനെ സാധ്യമാകുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ എല്ലാവരും ജീവൻ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കോബ് എനിക്ക് എങ്ങനെയെങ്കിലും അവൻ്റെ അടുത്തുള്ള ഷാഡോനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിലും പറയുന്നത്. പെട്ടെന്ന് ആഡമിൻ്റെ തോളത്ത് ഒരു കൈ വന്ന് വീഴും. അത് ജിനുവിൻ്റെ ഷാഡോ ആയിരുന്നു. അവൻ പറയുന്നുണ്ട് നമ്മളെന്തായാലും ടെലപ്പോർട്ട് ചെയ്യാൻ പോകുകയാണെന്ന് പറയുന്ന അടുത്ത സെക്കൻഡ് ആ ഒരു ഡ്രാഗൺ കിങ്, അതായത് നേരത്തെ വന്ന ആ ഒരു പുള്ളി അവൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽപ്പുണ്ട്. നീ എവിടേക്ക് പോകാൻ പോകുന്നടാ ഷാഡോ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങനെ വന്ന് നിൽപ്പുണ്ട്. നമ്മുടെ ആഡമിനായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതെ അവിടെ നിസ്സഹായനായിട്ട് നിന്നുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.